ദൂരെ 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 പാറും വാനം പാടി. ഇത് ഞാൻ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ പാട്ടില് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലുള്ള ആളായിരുന്നു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടാൽ അത് മെമ്മറിയിൽ ആ പാട്ടും അതിന്റെ കറക്റ്റ് താളവും വാദ്യോപകരണങ്ങളുടെ സഹായമില്ലാതെ പാട്ട് പാടുന്ന ശിവചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോ വന്നേക്കുന്നത്. ചേട്ടൻ അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞു വെച്ചേക്കുന്നത്. എന്നെ അബിയാണ് അങ്ങനെ പരിചയപ്പെടുത്തിയേക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ചേട്ടൻ ഒന്ന് തെളിയിക്കാവോ? ഞാനൊന്ന് പാടാം, നമുക്ക് നോക്കാലോ. ഓക്കെ, തെളിയിക്കണ്ട, ചുമ്മാ ശ്രമിച്ചാൽ മതി. ശ്രമിക്കാം. ഒന്നും അറിയില്ല, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് വലിയ ദൂരെ 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 പാറും വാനം പാടി. പോരു പോരു കാടിൻ തെങ്ങൾ കേൾക്കുന്നില്ലേ? പാടി 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 പോകും വാനം പാടി. താഴെ 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 കാട്ടിൻ ചൂടുന്നില്ലേ? എന്തേ തുമ്പി തുമ്പിക്കെന്തേ പോരാത്തു? അന്തിച്ചോട്ടിൽ പൊന്നും മിന്നും പോരാഞ്ഞോ? മേലേക്കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞോ? മേലേക്കാവിൽ പൂരം കാണാൻ പോരാമോ? കൊടിയേറി കോവിൽ മുറ്റത്ത് വകപ്പൂ കൊമ്പിന്നേ. ദൂരെ 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 പാറും വാനം പാടി. പോരു പോരു കാടിൻ തെങ്ങൾ കേൾക്കുന്നില്ലേ? പാലരുവീനും പാദസ്വരങ്ങൾ പാടുമ്പോ പൾമുര ചുന്നി പൂമഴ ചിന്നിയാടുന്നു. ഏക്കരമിട്ട് പൂക്കള വിട്ടതിനാരോ ഇക്കളി വട്ടത്തിത്തിരി നേരമിരുന്നോട്ടെ. മുറുകുതിരുവിൽ കവിളിൽ മെല്ലെ തഴുകിപ്പാടട്ടെ. അരുവിയിൽ ഒരു മണിയേഴ് കൊടുമണികൾ എറിയും മലനിരകൾ. ഇനി നീലാകാശം നീളെ നിറയട്ടെ നിൻ കാണും. താഴെ ചോളം പൂക്കും പാടം കോർത്തല്ലോ ചൂഴിപ്പെണ്ണിന്മാരിൽ ചാർത്താൻ മുത്താരം. ദൂരെ 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 പാറും വാനം പാടി. പോരു പോരു കാടിൻ തെങ്ങൾ കേൾക്കുന്നില്ലേ? ചേട്ടനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ക്യാമറ ചേട്ടന് ടെൻഷൻ ഒന്നുമില്ല. ചേട്ടൻ പാട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു പാട്ട്. നമ്മുടെ ക്യാമറ ടീമും പറഞ്ഞു നന്നായിട്ട്. ചേട്ടൻ എന്ത് വരുന്നു ആക്ച്വലി ജോലി എന്തായിരുന്നു? ഞാൻ കൃഷിപ്പണിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് കൃഷികളൊക്കെ ഇഞ്ചി കൃഷി ഗാനമേള ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഗാനമേളയിൽ മെയിൻ പാടുന്നില്ല, ഡയറക്ഷനായിരുന്നു. അപ്പം അങ്ങനെ കോഴിക്കോട്, എറണാകുളം, തലശ്ശേരി, വയനാടുള്ള ടീമുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രോഗ്രാം, ഉത്സവങ്ങൾ, പെരുന്നാളുകളൊക്കെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുമായിരുന്നു, ഓഡിറ്റോറിയം ഒക്കെ. പക്ഷെ അതിൽ 3-4 കൊല്ലം കൊണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ എല്ലാം കോമ്പിനേഷൻ ആണല്ലോ, ബിസിനസ് ആണല്ലോ. അപ്പം നമുക്കതിൽ ഒരുപാട് പരാജയം വന്നു. അങ്ങനെ ഞങ്ങളൊരു 4 കൊല്ലം കൊണ്ട് ഈ പ്രോഗ്രാം നിർത്തി. പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഷാപ്പിലൊക്കെയാണ് ഇങ്ങനെ താളമടിച്ച് പാട്ട് പാടുന്നത്. അതെ അതെ അതെ, അത് നിങ്ങളുടെ നല്ല വയനാടൊക്കെ അങ്ങനെ ആയിരുന്നു, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കള്ളും കുടിക്കാറ് വെള്ളാടിയൊന്നും ഇല്ല. ഇത് ഞാൻ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ പാട്ടില് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലുള്ള ആളായിരുന്നു. ഗാനമേള ട്രൂപ്പ് സ്വന്തമായി നിർമ്മിക്കണം, അത് വയനാട്ടിലെ ഏറ്റവും വലിയ ട്രൂപ്പായിരിക്കണം, അതുപോലെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് സോങ് അടക്കം എല്ലാ സോങ്ങുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല വെറൈറ്റി ആയിട്ട് കേരളത്തിലെ പ്രൊഫഷണൽ സിംഗർ, ഏഷ്യാനെറ്റിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സെലക്റ്റീവ് ആളുകളെ വെച്ചുകൊണ്ട് ഞാൻ നല്ല പ്രൊഫഷണൽ എ ഗ്രേഡ് ട്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തു അവസാനിച്ചത്. സാമ്പത്തികമായിട്ട് ഞാൻ പ്രോഗ്രാം വയനാട്ടിൽ അന്ന് കളിക്കുന്നത് 15-16 രൂപയ്ക്കാണ്. ഇവിടുത്തെ വയനാട്ടിലെ ഏറ്റവും വലിയ ട്രൂപ്പുകൾ കളിക്കുമ്പോൾ ഞാൻ 20,000-ന്റെ മുകളിൽ പേയ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരും കൊച്ചി, എറണാകുളത്ത് നിന്ന് ഈ പ്രോഗ്രാമിന് പാടാൻ വരുന്ന സിംഗേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്രേഷനിലൊക്കെ റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഇവർ തരുന്ന 15-16 എനിക്ക് നടത്താൻ കഴിയില്ല. അങ്ങനെ ഞാൻ ഇവരുടെ അടുക്കൽ പണം എൻ്റെ കയ്യിൽ നിട്ടുകൊണ്ട് ഞാൻ പ്രോഗ്രാം പിടിച്ച് നമുക്ക് ട്രാക്കിൽ കയറാം 1-2 കൊല്ലം കൊണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അതുപോലെ മൂലധനം ഇല്ലായിരുന്നു. അപ്പോൾ ഇത് അവരോട് കോമ്പിനേഷൻ ചെയ്ത് എനിക്ക് മുന്നേറി പോകാൻ എനിക്ക് കഴിഞ്ഞു. എന്തെങ്കിലും 4 കൊല്ലത്തോളം കൊണ്ടുപോയി. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ചേട്ടൻ നേരത്തെ മുതലേ ഇങ്ങനെ കൊട്ടിപ്പാടുമായിരുന്നു? ചെറുപ്പം മുതലേ പാടും. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ പാട്ട് പാടുമായിരുന്നു. ഇങ്ങനെ കൊട്ടിപ്പാടിയ ഒരാൾ സിനിമയിൽ കയറിയിട്ടുണ്ട്, അറിയാമോ? ആരത്? അരിസ്റ്റോ സുരേഷ്.
ഓക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ. ആ പിണങ്ങല്ലേ നീ. അത് ആക്ഷൻ ഹീറോ ബിജുല് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പാടുന്ന ആളാണോ പറയുന്ന ആള്? അതെ തന്നെ. പുള്ളീനെ ആദ്യം ഇങ്ങനെ ഇതുപോലെ ഒരു കൊട്ടി പാടിയിട്ടാണ് ആൾക്കാർ കണ്ട് സിനിമയിലേക്ക് അത് എടുക്കുന്നത്. അതിനകത്ത് ആ കൂടെ ഇരുന്ന് ചെയ്യുന്ന ചേട്ടൻ ബിജു ചേട്ടൻ ഇതുപോലെ തന്നെ ഉമ്പായി കുച്ചാണ്ട് എന്ന് പറഞ്ഞ പാട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഉമ്പായി കുച്ചാണ്ട് പണം കിട്ടണമ്മ വേറൊരു രീതിയിൽ ചെയ്തിരുന്നു, വേറെ ട്യൂണിൽ വെച്ചിട്ട്, അതായത് ഒരു റാപ്പ് മോഡൽ ചെയ്തിരുന്നു. പിന്നെ ചേട്ടൻ ഏതൊക്കെ പാട്ട് അതിനകത്ത് ഇങ്ങനെ ഇതിൽ താളമടിച്ച് പാടുന്നത്? ഞാന് ഇപ്പൊ മഞ്ഞക്കിളി എന്നുള്ള പാട്ടില്ലേ, കന്മകത്തിലെ മഞ്ഞക്കിളി, അങ്ങനെയുള്ള പാട്ട്, സംഗീതം മേവരസല്ലാപം, അതിന്റെയൊക്കെ മ്യൂസിക് ചെയ്യും. മ്യൂസിക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി ഒരു പാട്ടിന്റെ ഏതിന്റെ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ടാൽ അത് മെമ്മറിയില് ആ പാട്ടും അതിന്റെ കറക്റ്റ് താളവും. പിന്നെ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, ഞാനിതെല്ലാം നമ്മൾ കേട്ട് പഠിക്കുന്നതാ. ഇതൊക്കെ എന്നോ കേട്ടതാ, അതിപ്പോഴും എന്റെ മെമ്മറിയിൽ ഇരിക്കുക. ആ സംഗീതമേ ഒന്ന് ചെയ്തായിട്ട്. ഓക്കെ ഓക്കെ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്താപ കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ചേട്ടാ, സ്വന്തമായിട്ട് ഇതുപോലെ മ്യൂസിക് ചെയ്തിട്ട് ഒരു പാട്ട് ഇറക്കാൻ മേലായിരുന്നോ? ഇറക്കാം, നമ്മളത് ശ്രമിക്കാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. ശ്രമിക്കാത്ത സമയമില്ലാത്തോണ്ടാണോ? സമയമില്ലാത്തതുകൊണ്ടല്ല, സമയം പിന്നെ ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. പിന്നെ നൈറ്റിലായിരിക്കും, നൈറ്റിലിങ്ങനെ TV കാണും, പുസ്തകങ്ങൾ വായിക്കുന്നു. ജോലി കൃഷിപ്പണിയാണ് മെയിനായിട്ട് ഇപ്പൊ ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഇത്രയും നമ്മൾക്ക് ഒരു പാട്ട് കേട്ട് നമ്മൾ മനസ്സിലിരുത്തി നമുക്ക് ആ താളങ്ങളെല്ലാം മനസ്സിൽ വരണമെങ്കിൽ കുറച്ച് പാടാണ്, താളബോധം ഉള്ളിൽ അതൊക്കെ വരത്തുള്ളൂ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ചേട്ടൻ അതൊന്ന് ട്രൈ ചെയ്താൽ നടക്കും. പിന്നെ എന്ത് പിന്നെ ഞാനിപ്പം ഈ സ്വന്തമായിട്ട് എഴുതിയത് ഒരു പാട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ഗുരുദേവന്റെ. അതിന്റെ മ്യൂസിക് ഒക്കെ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് എന്റെ ഭാവന ഞാൻ കൊടുത്തതാ. അത് ഞാൻ ഓർക്കസ്ട്രേഷൻ ഭക്തിഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്. ഓർക്കസ്ട്ര വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഈ മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഏകദേശം അവർ അതിലങ്ങ് ചെയ്തു. അത് ഞാൻ സ്വയം എന്റെ മനസ്സിലങ്ങ് മെമ്മറി വരുമല്ലേ, അല്ലാണ്ട് എന്താ പറയാ ശാസ്ത്രീയമായിട്ട് അതൊന്നും 2 വരി പാടാവോ? ഗുരുവേ നമഃ, ഗുരുവേ നമഃ, ഗുരുവേ നമഃ, അധ്യാത്മ ചൈതന്യ പരമാത്മമൂർത്തേ, ഗുരു സാഷ്ടാംഗം ഗുരുവേ നമഃ. ഒരു ജാതിയൊരു മതം ഒരു ദൈവമെന്ന് സന്ദേശം മുഴക്കിയ ഗുരുദേവൻ. ഒരു ജാതിയൊരു മതം ഒരു ദൈവമെന്ന സന്ദേശം മുഴക്കിയ ഗുരുദേവൻ. ഗുരുദേവനെ ഗുരു മഹദേവനെ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നേ, ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നേ.
ഇത് പൊട്ടിയോന്നോ? ഇല്ല. ഓക്കെ. ഞാൻ കളിയാക്കിയതല്ല, ചേട്ടൻ നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ പെയിൻ എടുക്കത്തില്ലേ? ഒന്നുമില്ല. ഇത് ഞാനിങ്ങനെ പിള്ളേരും ഞങ്ങള് കൂടി ഇരുന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ പാടും. ഓ, വൈകുന്നേരങ്ങളിലൊക്കെ. ഓ, കവലകളിലൊക്കെ പാടും. പിന്നെ ഹിന്ദി പാട്ടിനൊക്കെ പാടും. പക്ഷെ ഇത് നമുക്ക് മലയാളത്തിൽ എഴുതി കിട്ടണം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പാടും. ഐസി ദീവാനിക്ക് ദീവാനിയിലേക്ക് ഐസി ദീവാനു ഹി मेरा नसीब है मैंने इसीलिए दीवानगी पर नसीब है मैंने इसलिए मैं तुमको दीवाना तेरा नाम रख दिया तेरा नाम रख दिया नाम रख दिया तेरा नाम रख दिया അത് നല്ല സ്ട്രെയിൻ എടുത്തിട്ടാ പാടുന്നത്. അല്ല, അത് പാട്ടും കൊട്ടും മ്യൂസിക്കും കൂടെയാണ്. പാട്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓർക്കസ്ട്രയുടെ ഭാഗം. എന്തിനാ നീ ചിരിക്കണേ? ഓ, ചിരിച്ചിട്ട് വേർത്ത്. നീ എന്തിനു ചിരിച്ചേ? ഇവൻ കളിയാക്കട്ടെ. ചേട്ടന്റെ മറ്റേ എന്താ പറയാ, അഭിയൊന്നും കൊണ്ടുവരുന്നില്ല. കളിയാക്കുന്ന ടീംസാ. ഒരിക്കലും ഇല്ല. അവനാണ് നമ്മുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം അല്ല ചേട്ടാ, എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇങ്ങനെ മറ്റേ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, TV ഷോസ്, ഇതുവരെ വിളിച്ചിട്ടില്ല? ഞാൻ ഇന്ന് വരെ ആണല്ലേ? നമ്മളാരും അങ്ങോട്ട് വിളിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്റെ അടുത്ത് നമ്പർ ചോദിക്കാം. ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മള് കൊടുക്കുന്നത് എന്താണ് ചേട്ടൻ പറയുന്ന പോലെ തന്നെ ഒരേ സമയം ബ്രീത്ത് എടുത്ത് പാടുകയും കൊട്ടുകയും അതിന് മ്യൂസിക് ഇടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടേ പറ്റുള്ളൂ. അത് ഇത്രയും പിച്ച് എന്ന് പറയുന്ന ഹൈ പിച്ചിലുള്ള പാട്ടുമാണ്. അത് നല്ല ഞങ്ങളുടെ മൈക്ക് ഇവിടെ വെച്ച മൈക്ക് ഞങ്ങൾ ഇവിടെ വെച്ചു. ഞങ്ങൾ അത് മിക്കവാറും ഇവിടെ എത്ര ഹൈ പിച്ച് പാട്ടും നമ്മൾ പാടും. ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഇംഗ്ലീഷ് പാട്ട് എഴുതി കിട്ടി അതും പാടും. എഴുതി കൊടുക്കാൻ മലയാളത്തിൽ എഴുതി കിട്ടണം. എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ വളർന്നില്ല. 9th സ്റ്റാൻഡേർഡ് പഠിച്ചുള്ളൂ. അന്നത്തെ കാലത്ത് 47 വയസ്സായിരുന്നു. 9th പഠിച്ചതിന് പഠിത്തത്തിൽ ഏറ്റവും പുറയിലായിരുന്നു. പാട്ടിലും രാഷ്ട്രീയത്തിലും 1ാം സ്ഥാനത്തായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ ഈ അമരനിലെ ഒരു പാട്ടുണ്ടല്ലോ, വീട്ടിലുള്ള പാട്ട് ഷൂട്ടുള്ളമ്മ, അമരല്ലേ? തമിഴ് വർഗോ അമരംഗനോ ബടകടല ഗരഗരഗോ മച്ചി നാ വീട്ടിലുള്ള പാട്ട് ഷൂട്ടിലമ്മ അപ്പടേ വീട്ടിലുള്ള പാട്ട് ടോട്ടിലമ്മ തപ്പിണിക്ക പിന്നെ മൂത്തിലമ്മത് വന്നറ പാറ ദുഗ്ധോ ഈ തമര മറകു ദുഗ്ധോ തലാപത്തി ജളകു അത് കണ്ടു നിന്നാ പാടതു ഇത് യമരം പേര് തൊന്നാ പാടില പാടതു അതല്ല കെട്ട് മേട്ടുകാരുങ്കു അമര പാട്ടിലതാ കേട്ടുകാരുങ്കു അതല്ല കെട്ട് മേട്ടുകാരുങ്കു അമര പാട്ടിലതാ കേട്ടുകാരുങ്കു വീട്ടിലുള്ള പാട്ട് ടോട്ടിലമ്മ തപ്പിണിക്ക പിന്നെ മൂത്തിലമ്മത് വന്നറ പാറ ദുഗ്ധോ ഈ തമര മറകു ദുഗ്ധോ പോത്തവാ ഉരുകാ ഉരുകാ ഉരുലാ നല്ല പോത്തവാ എന്നാലും പോകും എന്നാലും പോന്നാൽ അതല്ല കിട്ടും മേട്ടുകാരുങ്കു
ചേട്ടാ നല്ല രസമുണ്ട്. എന്നാന്നറിയാമോ? ഓക്കെ അതെ അക്ഷരത്തിലുണ്ടാവും നമ്മളത് എന്താ പറയാ ഞാൻ എന്റെ മ്യൂസിക് വെച്ചിട്ടും പാടി ചേട്ടാ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ പാട്ട് കേട്ടാ ഭയങ്കരമായിട്ട് തുള്ളുന്ന ആൾക്കാരാണ്. അത് ഓക്കെ 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 ഞാനും അതെ ഗാനമേളക്ക് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് തമിഴ് പാട്ടൊക്കെ ഇട്ടും തുള്ളിപ്പോ തുള്ളിപ്പോ. അപ്പൊ ഞാൻ എനിക്ക് താളമൊന്നും അറിയില്ലെങ്കിൽ പോലും വെറുതെ നമുക്ക് കൂട്ടത്തിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മളിപ്പോ ഒരു ഓർക്കസ്ട്രേഷനിലൊക്കെ നിങ്ങളെപ്പോലെ ഒരു പവറിൽ ഒരു ഗാനമേളക്ക് നമ്മൾ ഹിന്ദി തമിഴൊക്കെ ഒന്ന് സ്റ്റേജ് ഞാൻ തകർത്ത് കളയും. തകർത്തളല്ലേ? ഫുള്ള് എക്സിക്യൂട്ടീവ് ലുക്കിൽ അങ്ങ് ഇറങ്ങിയിട്ട് ഫുൾ സ്റ്റേജ് തകർത്ത് കളയും. എല്ലാം കോരിത്തിരിച്ചു. ഓക്കെ. ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചേട്ടന്റെ വീട്ടിലാണ്. എത്ര പിള്ളേരാ? 3 പിള്ളേര്. 3 പിള്ളേര്. മക്കളുടെ ഒക്കെ പേര്? മൂത്തവന്റെ പേര് ആകാശ്. ആ ഇവിടെ ഉണ്ട് കേട്ടോ, പുറകിൽ ഇരിപ്പുണ്ട്. ഹായ് പറ. ക്യാമറയ്ക്ക് രണ്ടാമത്തത് അഖിൽ. അഖിൽ സ്കൂളിൽ പോയതാണ്. മൂന്നാമത്തെ ആള് അലോഷി. അലോഷി. ഹായ് അലോഷി. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഉണ്ടോ ഇതുപോലത്തെ കലാവാസനകളൊക്കെ? ചെറുതായിട്ടുണ്ടോ? അപ്പൊ ചേട്ടാ നിങ്ങൾക്ക് പണിക്ക് പോകണം. ചേട്ടൻ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു തോന്നല്ല, എന്താണല്ലോ ഈ വീഡിയോ വൈറലാവും. കാരണം ഒരാളുടെ ജീവിതത്തിൽ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടാണ് പെട്ടെന്ന് വൈറലാവും. പക്ഷെ നമ്മളിപ്പോ ഇതിവിടെ വന്ന് എടുത്തിട്ടുണ്ട്. കഴിവുള്ള കലാകാരന്മാരെ എപ്പോഴും നിങ്ങൾക്ക് പ്രോത്സാഹിച്ചാൽ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗമാവും ഭാവിയിലൊക്കെ. ഓക്കെ 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 റൈറ്റ്.